ത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അല്ലാഹുവിലേക്ക് കൂടുതൽ ഇബാദത്ത് കൊണ്ട് ചേരുന്ന യഥാർത്ഥ ദാസന്മാരിൽ ഒരാളായ വലിയ മഹാനാണ് ദുൽബിജാദൈൻ റളിയല്ലാഹു അൻഹു. എനിക്കിഷ്ടപ്പെട്ട ആളാണ്. തബൂക്ക് യുദ്ധത്തിൽ വെച്ച് മഹാനവർകൾ മരണപ്പെടുന്നു, ഷഹീദാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ടു തന്നെ ആ ഖബർ സ്വന്തം കൈകൊണ്ട് കുഴിച്ചിട്ട് ഖബറിൽ ദുൽബിജാദൈൻ റളിയല്ലാഹു അൻഹുവിനെ കിടത്തുന്നു. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, സാധാരണ എല്ലാ ഖബറും തങ്ങൾ നേരിട്ട് കുഴിക്കാറില്ലല്ലോ. 7 ഖബറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയതെന്ന് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതിലൊന്ന് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ഖബറാണ്. ആ ഖബറിലെ കുഞ്ഞു കുഴി നേരെയാക്കിയത് നബി തങ്ങളാണ്. ആ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം കിടന്നിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹു എന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയും അബൂ ത്വാലിബിന്റെ ഭാര്യയും നബി തങ്ങളുടെ മൂത്തുമ്മയുമായ മഹദി അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം കുന്തി ഉമ്മി ബഅദ ഉമ്മി യാ ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബോധന ചെയ്തു. ഉമ്മയായ ആമിന ബീവി വഫാത്തായ ശേഷം ഒരു ഉമ്മയുടെ സേവനം മുഴുവനും ചെയ്തു തരികയും ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്ത മഹദിയാണ്. ജന്നത്തുൽ ബഖീഇൽ വിശ്രമിക്കുന്നുണ്ട് സയ്യിദത്തുനാ ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയ ഖബറാണ്. ദുൽബിജാദൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ കുഴി ശരിയാക്കി. അപ്പോൾ ചോദിച്ചു, അല്ല നബിയെ, എന്താണ് അങ്ങനെ നേരിട്ട് കൈകാര്യം ചെയ്യാനുള്ള കാരണം? ഉടനെ അവിടുന്ന് പറയുകയാണ്, യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നയാളാണ് ദുൽബിജാദൈൻ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന് ആ ഖബറടക്കത്തിന് വേണ്ടി ഞാൻ കൂടിയപ്പോൾ യാ ലൈതനി കുന്തു മകാനഹു ഫീ ഹുഫറതിഹി, ഞാൻ ആലോചിച്ചു പോയി, പടച്ചവനെ, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഈ കുഴിയിൽ ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങ് കൊതിച്ചുപോയി. അത്രയും നല്ല സ്വീകാര്യതയാണ് ദുൽബിജാദൈൻ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത മഹാനാണ്. മഹാനവർകൾ പറയുന്നു, 2 ആളുകളെ നോക്കിയിട്ട് അല്ലാഹു തആല ചിരിക്കുന്നതാണ്. അല്ലാഹു തആല ചിരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാവുക, അവന്റെ കാരുണ്യമുണ്ടാവുക എന്നാണ്. അല്ലാതെ മനുഷ്യനെ പോലെയോ സൃഷ്ടികളെ പോലെയോ ഒരു സ്വഭാവവും അല്ലാഹുവിലേക്ക് ചേർത്ത് പറയാൻ പറ്റുന്നതല്ല. ആ അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹ വർഷമുണ്ടാകുന്നതാണ്. ആരിലേക്കാണ്? 2 പേരിലേക്ക്. ഒന്ന് ഇലൽ മുജാഹിദി ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആത്മാർപ്പണം നടത്തിയ ധർമ്മസമര സേനാനിയിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന് വലിയ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിയുന്നതാണ്. എന്നിട്ടോ വറജുലുൻ ഖായിമുൻ ഫീ ജൗഫിൽ ലൈൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന അടിമയെ നോക്കി അല്ലാഹു തആല അനുഗ്രഹം നൽകുന്നതാണ്. ചിരിക്കുന്നു എന്ന പ്രയോഗത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഉൻദുറൂ ഇലാ അബ്ദീ ഖായിമൻ ലാ യറാഹു അഹദുൻ ഗൈരി, കണ്ടില്ലേ എന്റെ ഒരു അടിമയെ കണ്ടോ, രാത്രി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടോ? അതാരെയും കാണിക്കാൻ വേണ്ടി എഴുന്നേറ്റു നിന്നതല്ല, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വീട്ടിലെ അകത്ത മുറിയിൽ മുസല്ലയിൽ എഴുന്നേറ്റ് നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു നിസ്കരിക്കുകയാണ്. ഇമാം തബറാനിയും ഇമാമുൻ നസായിയും നിവേദനം ചെയ്യുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റു നിന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മുടെ ജീവിതത്തെയും മഹാന്മാരായ ആളുകളുടെ രാത്രികളെ പോലെ ക്രമീകരിക്കണം. രാവതിന്റെ പുതപ്പ് വലിച്ചു മൂടുമ്പോ നമ്മൾ സ്വന്തമായി ഇങ്ങനെ വീട്ടിൽ പോയി കേവലമായ ഒരു മാനുഷിക ജീവിതം നയിക്കേണ്ടവരല്ല, നമ്മുടെ ആത്മാവിനെ പരിഗണിക്കേണ്ടവരാണ്. ആത്മീകമായ ജീവിതത്തിന് പ്രാധാന്യം നൽകേണ്ടവരാണ്. നമ്മുടെ സ്വകാര്യമായ ലൈംഗിക സ്വകാര്യ രഹസ്യമായ ജീവിതത്തിൽ നിന്ന് അല്പസമയം മാറ്റിവെച്ചിട്ട് അല്ലാഹു ആകുന്ന ജല്ല ജലാലായ റബ്ബിനെ കാണാൻ കഴിയണം. അങ്ങനെയാകുമ്പോഴാണ്
അല്ലാഹു ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരായി നമ്മൾ മാറുക. അവനിലേക്കൊരു പ്രൈവസി ഉണ്ടാകണം, ഒരു സ്വകാര്യ ബന്ധമുണ്ടാകണം, മറ്റാരും ഇടപെടാത്ത ഒരു മേഖല അല്ലാഹുവുമായി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിതം ഏറ്റവും കൂടുതൽ കഴിച്ചുകൂട്ടാൻ നിയോഗം ലഭിച്ച മഹാനാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത മഹാനാണ്. ആ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദിവസം 12,000 തവണ തസ്ബീഹ് ചൊല്ലും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ 12,000 തവണ തസ്ബീഹ് ചൊല്ലുന്നു. അപ്പൊ മഹാനവറുകളോട് ചോദിക്കും, നിങ്ങൾ എന്തേ ഇത്രയും വലിയ ദിക്ർ ചെല്ലാനുള്ള കാരണം? മഹാനവറുകൾ പറയും, ഉസബ്ബിഹു ബിഖദ്രി ദംബി, എന്റെ പാപത്തിന്റെ എണ്ണം കണക്കാക്കിയിട്ടാണ് ഞാൻ തസ്ബീഹ് ചൊല്ലുന്നത്. എത്ര വലിയ വിനയമാണ്! അതിന്റെ അർത്ഥം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ പാപിയായിരുന്നു എന്നല്ല, അല്ലാഹുവിനെ കൂടുതൽ പേടിക്കുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കഴിച്ചുകൂട്ടിയ മഹാനാണ്. എപ്പോ ഉളു മുറിഞ്ഞാലും ഉളു എടുക്കുന്നു, എപ്പോ ഉളു എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കുന്നു. അങ്ങനെയുള്ള നല്ല സ്വലാഹിയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒരാളായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദിവസേന അല്ലാഹുവിലേക്ക് തസ്ബീഹ് ചൊല്ലുന്നു 12,000 തവണ. അപ്പൊ നമ്മുടെ രാവുകൾ തസ്ബീഹ് ചൊല്ലാനുള്ളതാണ്. വിശേഷിച്ച് റമളാനിന്റെ രാവുകൾ ആരാധന കൊണ്ട് ധന്യമാക്കാനുള്ള രാത്രികളാണ്. അല്ലാതെ നമ്മുടെ രാത്രിയിൽ എന്തെങ്കിലും പറഞ്ഞോ കേട്ടോ സമയം കളയേണ്ടവരല്ല. ബാദിറൂ ഇലൽ അമാലിസ് സ്വാലിഹാത്ത്, നല്ല സൽക്കർമ്മങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വന്നോളൂ. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 28 ആളുകളെ കാണാം. അവര് വഫാത്താകാൻ നേരം ചോദിക്കുന്നു, 28 ആളുകൾ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് ആളുകളില്ലെന്നല്ല, മഹാന്മാരെ എണ്ണി പറയുമ്പോ 28 പേരെ എണ്ണി പറഞ്ഞത് കാണാം. അവരൊക്കെ വലിയ ആബിദീങ്ങളായിരുന്നു, സ്വാലിഹീങ്ങളായിരുന്നു. അവരതാ വഫാത്തിന്റെ സമയം അടുത്തപ്പോ കരയുന്നു. ചോദിച്ചു, എന്താ കരയാനുള്ള കാരണം? അപ്പോഴുള്ള മറുപടി എന്താണെന്നറിയുമോ? സഫരീ ത്വവീൽ വസാദി ഖലീൽ, യാത്ര നീണ്ടതാണേ, കയ്യിൽ കരുത്തു സ്വത്തുകൾ അധികമില്ലേ, ഇബാദത്തുകൾ അധികമൊന്നും കയ്യിലില്ല. അവിടുന്നോ യാത്ര വളരെ നീണ്ടതാണ്, അനന്തമായ യാത്രയ്ക്ക് വേണ്ടി എന്റെ കയ്യിലൊന്നുമില്ല. അങ്ങനെ കരഞ്ഞ ഒരു മഹാനാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരുപ്പിലും കിടപ്പിലും നടപ്പിലും ചലനത്തിലും നിശ്ചലനത്തിലും ഉയർച്ചയിലും വളർച്ചയിലും ഉദ്ധാനത്തിലും അവിടുത്തെ മുന്നേറ്റത്തിലും അവിടുത്തെ രാവിലും പകലിലും ആരാധനയിലും സാധനയിലും ഇഅ്തികാഫിലും യാത്രയിലും അല്ലാത്തപ്പോഴും മുഴുവനും ഒപ്പം നടന്ന് കൂടെയുണ്ടായിരുന്ന അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, എന്റെ കയ്യിൽ ആരാധനയൊന്നുമില്ല. മുഅ്മിനീങ്ങളെ, ഇത് കേട്ടുപോകാനുള്ളതല്ല, ഞാനും നിങ്ങളും ഉൾക്കൊള്ളാനുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഒരു ഇബാദത്തുമില്ല. അതുകൊണ്ട് റമളാനിന്റെ രാത്രിയാകുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ പള്ളിയിൽ അല്പസമയം ചെലവഴിച്ച് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് അധികം പാരായണം ചെയ്ത് അല്ലാഹുവിലേക്ക് ലയിക്കാൻ കഴിഞ്ഞാൽ ഈ മാസം നമുക്ക് അനുകൂലമാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഈ റമളാൻ അനുകൂലമാകുന്ന സ്വാലിഹീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവർക്കുള്ള മൂല്യം എന്താണെന്നറിയുമോ? അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സുരക്ഷയാണ്. കാരണം ജഅഫർ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുലത്ത് ബിൻ അശീം റളിയല്ലാഹു അൻഹു രാത്രിയായാൽ എല്ലാവരും കിടക്കുമ്പോൾ കൂടെ കിടക്കും. ഒരു യുദ്ധവേളയിലാണ്, സഞ്ചാരത്തിന്റെ ഇടയിലാണ്. രാത്രി എല്ലാവരും കിടക്കുമ്പോ കൂടെ കിടക്കും. അവരൊക്കെ ഉറങ്ങിയെന്ന് കണ്ടാൽ അപ്പോഴവിടുന്ന് എഴുന്നേൽക്കും. എന്നിട്ട് പോയി നിന്ന് നിസ്കരിക്കാൻ തുടങ്ങും. ജഅഫർ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും കൂടെ പോയി നോക്കി എന്താണ് രാത്രി പരിപാടിയെന്ന്. നോക്കിയപ്പോൾ നിസ്കാരത്തിലാണ്. അപ്പോഴതാ അങ്ങ് കാട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുമ്പോ ഒരു സിംഹം അവിടേക്ക് ഓടി വരുന്നു. ഞാൻ ആ സിംഹത്തെ പേടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. സുലത്ത് ബിൻ അശീം റളിയല്ലാഹു അൻഹുവിനെ പേടിയില്ല, അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്.
അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരുന്ന് സലാം വീട്ടി കഴിഞ്ഞപ്പോൾ ഈ സിംഹത്തോട് പറയുന്നു, നിനക്ക് വേണ്ടത് അല്ലാഹുവിൽ നിന്നുള്ള ഭക്ഷണമാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി അല്ലാഹുവിന്റെ റിസ്ക് തേടിക്കോ, ഇവിടെ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട. വിനയത്തോടെ തലയും കുനിച്ച് സിംഹമങ്ങ് നടക്കുന്നു. രാവിലെ ആയി, അഥവാ സുബഹിന്റെ സമയമായപ്പോൾ സുലത്ത് ബിനുൽ അശ്യം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അതുപോലെ ഒരു സ്തുതിയുടെ വചനം ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അത്രയും നല്ല മനോഹരമായ വാക്കുകൾ കൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതി നടത്തിയിട്ട് എഴുന്നേറ്റ് മറ്റുള്ളവരോടൊപ്പം വരുന്നു. രാത്രി ഉറക്കണമെന്നിരുന്നിട്ട് ഞാൻ നോക്കി, ബഹുമാനപ്പെട്ടവരെ, ആ നോക്കിയ ഞാൻ ക്ഷീണിച്ചു പോയി. പിറ്റേന്ന് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. അതേ സമയത്ത് രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച മഹാനാവർകൾക്കോ ഒരു ക്ഷീണവും കാണാനില്ല. നല്ല ആരോഗ്യത്തോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിൽക്കുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് തസവ്വുഫിന്റെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, മുരീദും മുറാദും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുരീദ് ആരാധന ചെയ്യുമ്പോൾ ക്ഷീണമുണ്ടാകുന്ന ആളാണ്. കാരണം അയാൾ പരിശുദ്ധമായ ആത്മീയ വഴിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അതേ സമയത്ത് മുറാദോ, അയാൾക്ക് ആരാധനയിൽ ക്ഷീണമില്ല, ആരാധനയിൽ വൈഷമ്യങ്ങൾ അനുഭവപ്പെടുന്നില്ല. ശ്വാസോച്ഛ്വാസം പോലെ ആരാധനകൾ പരിണമിച്ചു പോയ ആളാണ്. അയാൾക്ക് അധ്വാനത്തിന്റെ ഭാരം ആരാധന കൊണ്ട് വരുന്നില്ല. അതാണ് മുറാദും മുരീദും തമ്മിലുള്ള വ്യത്യാസമെന്ന് മഹാന്മാരായ ആധ്യാത്മിക ജ്ഞാനികളായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അപ്പോൾ വന്നഹാരി ഇദാ തജല്ലാ, രാത്രിയിൽ ലോകത്തിന്റെ പല വൃത്തികളെ കുറിച്ചും പറയാൻ ഭൗതികമാനത്തിലും ആധ്യാത്മികമാനത്തിലും ഉണ്ട്. നഫീസത്തുൽ മിസ്രിയ, റാബിഅത്തുൽ അദവിയ തുടങ്ങിയുള്ള മഹദികളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാം. ഇപ്പൊ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വന്നഹാരി ഇദാ തജല്ലാ, പ്രഭാതം അങ്ങ് പ്രകാശിതമായാൽ. കാരണം പകൽ അല്ലാഹു തആല 48 മണിക്കൂറെങ്ങാണ് രാത്രിയാക്കിയാൽ ഈ ലോകത്തിന്റെ തന്നെ ഘടനയും താളവുമൊക്കെ തെറ്റിപ്പോയി, എല്ലാം ഡിസോർഡറായി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന അനുഗ്രഹമാണ്. അവിടെ നോക്കൂ, വല്ലൈലി ഇദാ യഗ്ശാ എന്ന മുളാരിയായ പദമാണ്, വന്നഹാരി ഇദാ തജല്ലാ എന്ന മാളിയായ പദമാണ്. ഒന്ന് ഭൂതകാലവും ഒന്ന് വർത്തമാനകാലത്തെ ധ്വനിപ്പിക്കുന്നുണ്ട്. എന്താണ് കാരണം? സൂര്യൻ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് പ്രകാശം മങ്ങുന്നില്ല. അതിന്റെ പൊസിഷൻ അനുസരിച്ചുകൊണ്ട് മാത്രമാണ് രാപ്പകലുകൾ മാറുന്നത്. ഇത് സൂചിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലൈലി ഇദാ യഗ്ശാ എന്ന് പറഞ്ഞിട്ട് വന്നഹാരി ഇദാ തജല്ലാ എന്ന പ്രയോഗം നടത്തിയതെന്ന് മുഫസ്സിറുകൾ എടുത്തു പറയുന്നുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഐനൽ ലൈലു ഇദാ ജാഅൻ നഹാർ, പകൽ വന്നാൽ രാത്രി എവിടെ പോയി? അപ്പോൾ പകൽ മുഴുവനും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അധ്വാനിക്കാൻ വേണ്ടിയാണ്, ഹലാലായ നിലക്ക് സമ്പാദ്യമുണ്ടാക്കാനാണ്. അല്ലാതെ 2 മാസം മുഴുവനും രാത്രി മാത്രമായാൽ ലോകത്തിന്റെ ഘടനയും നമ്മുടെ ജീവിതത്തിന്റെ ഘടനയും നമ്മുടെ കെണിപ്പുകളുടെ വളർച്ചയും എല്ലാം താളം തെറ്റിപ്പോകുന്നതാണ്. അവിടുന്ന് തുടർച്ചയായി പകല് 2 ദിവസമില്ലാതെ ആയാൽ ഈ നിൽക്കുന്ന സസ്യലതാദികളൊന്നും കൃത്യമായി പോവുകയില്ല. കാരണം എന്താ? ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഇപ്പൊ നിൽക്കുന്ന സൂര്യൻ അല്പം കൂടി താഴേക്ക് വന്നാൽ നമ്മുടെ ആരുടെയും സിരകളിൽ രക്തമുണ്ടാവുകയില്ല. ഇപ്പോഴുള്ള പൊസിഷനിൽ നിന്ന് സൂര്യൻ അല്പം കൂടി താഴേക്ക് വന്നാൽ നമ്മുടെ ഒന്നും വെയിനിൽ ബ്ലഡ് ഉണ്ടാവുകയില്ല, വറ്റിപ്പോകും. അത്രയും കൃത്യമാണ്. ഇപ്പോൾ നടത്തുന്ന കുറച്ചും കൂടെ ബാക്കിലോട്ട് പോയാലോ, എന്നാൽ നിങ്ങളുടെ രോമകൂപങ്ങളിൽ നിന്ന് രക്തം പുറത്തേക്ക് പ്രവഹിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്ദീറുൽ അസീസിൽ അലീം. ആക്യുറസി ഓർമ്മപ്പെടുത്താനാണ്, കൃത്യമായ അനുപാതത്തിലാണ് അല്ലാഹു തആല ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും എല്ലാത്തിനെയും വെച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് വന്നഹാരി ഇദാ തജല്ലാ.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, രാവിലെ ആയാൽ നമ്മൾ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൽ ബഅ്സു വന്നുശൂർ എന്ന അൽഹംദുലില്ലയാണ് പറയുന്നത്. അതേ സമയത്ത് ഉറങ്ങാൻ നേരം നമ്മൾ അൽഹംദുലില്ല അല്ലല്ലോ പറഞ്ഞത്, മറിച്ച് എന്താണ് നമ്മൾ കിടക്കാൻ നേരം പറയുന്നത്? എന്താണ്? പടച്ചവനെ ഞാൻ ഇതിലങ്ങ് മരിച്ചുപോയാൽ ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത റൂഹി. പടച്ചവനെ ഈ കിടപ്പിൽ എന്നെ അങ്ങ് വിളിച്ചാൽ നീ കരുണ ചെയ്യണമേ. വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ, അതല്ല നീ അത് വിട്ടുതരികയാണെങ്കിൽ നീ നിന്റെ സംരക്ഷണത്തിലാക്കണേ അല്ലാ. അപ്പം മരണത്തിലേക്കുള്ള സൂചനയാണ് രാത്രി, അതേ സമയത്ത് ഉണർവിലേക്കുള്ള സൂചനയാണ് പകല്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി, പടച്ചവനെ മരിപ്പിച്ചിട്ട് ജീവിപ്പിച്ച അല്ലാഹ്. ഫഇലൈഹിൽ ബഅ്സു വന്നുശൂർ, അവനിലേക്കാണ് നിയോഗവും അവനിലേക്കാണ് മടക്കവും, അല്ലാഹുവിലേക്കാണ് വിചാരണയും നാളെ പുനരുദ്ധാരണവും എല്ലാം ഉള്ളത്. അതുകൊണ്ട് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് പകൽ. ആ പകലിനെ പ്രത്യേകമായി ഇമാമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നീ സുബഹി നിസ്കാരത്തോടെയാണ് രാവിലെ ആകേണ്ടത്. പിന്നെ നീ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണം. ഒരാൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് നേരം വെളുക്കുന്നതുവരെ ഒരാൾ നിസ്കാരപ്പായിൽ അല്ലെങ്കിൽ മുസല്ലയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആരാധനാനിഷ്ഠനായിരുന്നാൽ അല്ലാഹു തആല അവന് വലിയ ദറജകൾ ഉയർത്തി കൊടുക്കുന്നതാണ്. പിന്നെ ളുഹാ സമയത്തൊരു നിസ്കാരമുണ്ട്, 2 റക്അത്ത് മിനിമം, 12 റക്അത്ത് വരെ ആകാം. അങ്ങനെയുള്ള ളുഹാ നിസ്കാരം നീ നിർവഹിച്ചാൽ നിന്റെ എല്ലാ കെണിപ്പുകളുടെയും ധർമ്മം നീ നിർവഹിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം ആ സമയത്തിനും പ്രത്യേകതയുണ്ട്. വല്ളുഹാ എന്ന് പറഞ്ഞിട്ടുണ്ട്, വശംസി വല്ലുഹാഹാ എന്ന് പറഞ്ഞിട്ടുണ്ട്. വശംസ് സൂര്യനെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുമ്പോൾ വല്ലുഹാഹാ, അതിന്റെ ളുഹാ സമയത്തെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കാരണം ലോകത്തുള്ള എല്ലാ കാര്യാലയങ്ങളും ആക്റ്റീവാകുന്ന സമയം സൂര്യൻ വളരെ മൃദുലമായി മാത്രം നമ്മളെ സ്പർശിക്കുന്ന സമയമാണ്. അതേ സമയത്ത് നട്ടുച്ച സമയമോ അത് സൂര്യൻ അല്പം ചൂടോടുകൂടി നമ്മളെ സ്പർശിക്കുന്ന സമയമാണ്. അത് വളരെ ചൂടുള്ള സമയമാണെങ്കിൽ ളുഹർ നിസ്കാരം അല്പം അതിന്റെ തണുപ്പിലേക്ക് പിന്തിക്കുന്ന മസലകൾ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചുരുക്കി പറയട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു ളുഹാ നിസ്കാരമുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പകലിൽ നിങ്ങൾ ജനങ്ങളോട് ഇടപെടുന്നവരാണ്. അവിടെ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ ഹലാലായിരിക്കണം, സമ്പാദ്യങ്ങൾ അല്ലാഹു അനുവദിച്ച കാര്യങ്ങളിലായിരിക്കണം. എന്നിട്ട് മഹാന്മാര് പറയുകയാണ്, റളിയല്ലാഹു അൻഹു പറയുന്നു, രാവിലും പകലിലും നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, രാവിലും പകലിലും നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ അൻ തഅമുറൽ ഖൽബ, നിന്റെ ഹൃദയത്തെ നീ പരിപാലിച്ചെടുക്കണം 5 കാര്യങ്ങൾ കൊണ്ട്. അതെന്താണ്? അൽ ഖൗഫു മിനല്ലാഹി വഹ്ദഹു, അല്ലാഹുവിനെ മാത്രം ഭയക്കണം, അല്ലാഹുവിനെ മാത്രം ഭയക്കണം. അടിസ്ഥാനപരമായി പേടി അല്ലാഹുവിനെ ഉള്ളൂ. ഇനി അയാൾ ഞാനത് എടുത്തില്ലെങ്കിൽ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ച് ഹറാം എടുക്കേണ്ട ആവശ്യമില്ല. അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്തില്ലെങ്കിൽ, അല്ലാഹു വിലക്കിയ ഒരു കാര്യം ഒരാളുടെ ആജ്ഞയ്ക്ക് വേണ്ടി എടുക്കേണ്ടതില്ല. അൽ ഖൗഫു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് മാത്രം ഞാൻ ഭയക്കുന്നു. വറജാഉ ഫില്ലാഹി വഹ്ദഹ്, അല്ലാഹുവിൽ മാത്രം പ്രത്യാശ വെക്കുക. രാവിലെ ഇറങ്ങി പടച്ചവനെ ലോൺ എടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ എന്റെ കട രക്ഷപ്പെടുക? അപ്പൊ നിനക്ക് പ്രതീക്ഷ അല്ലാഹുവിൽ മാത്രമല്ല. ഇന്ന് കുറെ മുതലാളിമാരിൽ ലോണിലും പലിശയിലുമാണ്. 50,000 അള്ള കൊടുത്തു, 1,00,000 കച്ചവടം തുടങ്ങാൻ വേണ്ടി 50,000 ലോൺ എടുത്ത് മൊത്തവും നജസാക്കുന്ന ശൈലിയാണെന്ന് ചില ആളുകൾ ചെയ്യുന്നത്. നീ അങ്ങനെ വേണ്ടതില്ല. വറജാഉ ഫില്ലാഹി വഹ്ദഹ്, അല്ലാഹുവിൽ മാത്രം നീ പ്രതീക്ഷയുള്ളവനാകണം. അഥവാ അടിസ്ഥാനപരമായി പ്രതീക്ഷ അല്ലാഹുവിലെ ലോകത്തിന് മുഴുവനും ഉള്ളൂ. നൽകുന്നവൻ അല്ലാഹുവാണ്, വേറെ ആരിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതല്ലേ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ
ജനങ്ങൾ മുഴുവനും വലിയൊരു മൈതാനിയിൽ ഒരുമിച്ചുകൂടി നിനക്കെന്തെങ്കിലും ചെയ്യണമെന്ന് അവരുദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലില്ലാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അള്ള തരണ്ടാന്ന് വിചാരിച്ച ഒരു കാര്യം തരാൻ ലോകം മുഴുവനും വിചാരിച്ചാലും നടക്കില്ല മോനെ മുആദേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ള തരാൻ തീരുമാനിച്ച ഒരു കാര്യം എത്ര വലിയ പാരവണിതാലും എത്ര വലിയ എതിരാളികൾ ഒരുമിച്ച് കൂടിയാലും അവർക്കെല്ലാവർക്കും കൂടി നിനക്കല്ല തരാൻ തീരുമാനിച്ചൊരു കാര്യം തടുക്കാൻ കഴിയില്ല. യാ മുആദ്, അതുകൊണ്ട് ഇദാ സഅൽത ഫസ്അലില്ലാഹ്, അല്ലാഹുവിൽ നീ പ്രതീക്ഷ വെച്ചോ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിൽ നീ സഹായാർത്ഥന നടത്തിക്കോ, നീ സ്വകാര്യമായി പ്രാർത്ഥന ചെയ്തോ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആരാണ്? ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി, ലഅല്ലക തമറു ബിഖബരി വമസ്ജിദി യാ മുആദ്. ഓ മുആദേ, യമനിലേക്ക് അവിടുന്ന് നിയോഗിക്കപ്പെടുന്ന സമയത്ത് പറഞ്ഞു, തിരിച്ചു വരുമ്പോ ചിലപ്പോ ഞാൻ ഖബറിലായിരിക്കും. മുആദ് റളിയല്ലാഹു അൻഹു വരുന്നു, യമറു ബിഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വയബ്കീ. അതാ റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ അടുക്കലൂടെ വന്നിട്ട് കരയുകയാണ്. വറആഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അതാ കണ്ടുമുട്ടുന്നു. ഫആനഖഹു വഖബ്ബലഹു വബകാ മഅഹു വബകയാ. അടുത്ത് വന്നു നിന്നിട്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിച്ചിട്ട്, ഓ മുആദേ, നീ യമനിലേക്ക് പോകുമ്പോ നിന്നെ യാത്രയാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കിടക്കുകയാണ്. ചമക് തുജ്സെ പാത്തെ ഹേ സബ് പാനെ വാലേ, മേരാ ദിൽ ഭീ ചമകാ ദേ ചമകാനെ വാലേ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവമാണ് ഹൃദയങ്ങൾക്ക് പ്രകാശം നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആലിംഗനം ചെയ്യുന്നു. അപ്പൊ സിറിയു സഖതി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷ വെക്കണം. വൽ ഹുബ്ബു ഫില്ലാഹി വഹ്ദഹ്, നിന്റെ സ്നേഹം അല്ലാഹുവിന് വേണ്ടിയാകണം, പടച്ചവന് വേണ്ടിയാകണം. കാരണം എന്താണെന്നറിയോ? ലോകത്തിൽ നിന്ന് ആഘോഷിക്കപ്പെടുന്ന എല്ലാ ദിവസത്തിനും അനുസരിച്ച് ഇസ്ലാമിന് കാഴ്ചപ്പാട്. എല്ലാ ദിവസത്തിനും ഇപ്പൊ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ മനോരമ എഡിറ്റോറിയലിന്റെ അടിയിൽ കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്. അതായത് അന്ത്യനാളിന്റെ വിളിയാളം കേൾക്കുമ്പോൾ കയ്യിൽ ഒരു തൈയുണ്ടെങ്കിൽ അത് നട്ടിട്ട് പോകണം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം. ലോക മാതൃദിനം വന്നാൽ മാതാവിന്റെ കാൽ കീഴിലാണ് നിന്റെ സ്വർഗം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം. ലോക പിതൃദിനം വന്നാൽ അന്ന് നീയും നിന്റെ സ്വത്തും നിന്റെ പിതാവിനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം. അതുപോലെ തന്നെ എയ്ഡ്സ് ദിനം വന്നാൽ നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കാൻ പാടില്ല എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ നിർദ്ദേശം. ശിശുദിനം വന്നാൽ മക്കൾ നിങ്ങളുടെ അമാനത്താണ്. പാപവാഹു യുഹവ്വിദാനിഹി വയുനസ്റാനിഹി, അവരെ രാജ്യത്തിന് മാതൃകായോഗ്യരായ പൗരന്മാരാക്കി വളർത്തിക്കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. മാതാപിതാക്കളാണ് അത് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇമാം ബുഖാരി പഠിപ്പിക്കുന്ന വചനം. അങ്ങനെ തുടങ്ങി ലോകത്ത് ഏത് ദിനമുണ്ടായാലും അങ്ങനെ ഒരു സ്ഥലത്ത് അവതരിപ്പിക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു, വാലന്റൈൻ ഡേ, അതിനെക്കുറിച്ച് ഇസ്ലാമിന് വല്ലതും പറയാനുണ്ടോ? ഉണ്ട്. അൽ ഹുബ്ബു ഫില്ലാഹി വഹ്ദഹ്, നിന്റെ പ്രണയം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമാകണം. ലോകത്ത് ആഘോഷിക്കപ്പെടുന്ന എല്ലാ ദിവസത്തിനും ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. കാരണം എയ്ഡ്സ് ദിനം ആചരിക്കുന്നത് എയ്ഡ്സ് ഉണ്ടാക്കാനല്ല, എയ്ഡ്സ് തടയാനാണ്. അതിനനുസരിച്ചാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുപോലെ ഓരോരോ ദിനങ്ങൾ ലോകോത്തരമായി ആഘോഷിക്കപ്പെടുന്ന ദിനങ്ങളിലെല്ലാം, അതുകൊണ്ട് ലോക ദിനങ്ങളും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുന്ന ഒരു CD നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കിട്ടും. അതിൽ ഇതിന്റെ എല്ലാ ഡേറ്റുകളും ഏകദേശം ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ടാകും.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന മാതൃകായോഗ്യമായ ജീവിതം, നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കണം. പ്രണയത്തിന് ഇരയില്ലാതെ വരുമ്പോ ഇന്ന് ക്യാമ്പസ് ലവ്, നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ക്യാമ്പസിൽ പോയി ഏതെങ്കിലും ഒരുത്തന്റെയോ ഒരുത്തിയുടെയോ തോളിൽ കയറിയിട്ട് വരുന്നത് ചെറുപ്പകാലത്ത് അവരുടെ മനസ്സിൽ സ്നേഹിക്കാൻ ഒരു ഇരയെ കൊടുക്കാത്തത് കൊണ്ടാണ്. കാരണം എന്താ? കേരളത്തിൽ ആത്മഹത്യയിൽ മലയാളി ഇങ്ങനെയും മരിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു IPS ഉദ്യോഗസ്ഥൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാളുടെ ഡോക്ടറേറ്റിന്റെ പ്രബന്ധം തന്നെ ആത്മഹത്യയെക്കുറിച്ചായിരുന്നു. സിബി മാത്യൂസ് അദ്ദേഹം എഴുതിയതാണ്. ആത്മഹത്യയുടെ കാരണങ്ങൾ പഠിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി. ആ കൂട്ടത്തിൽ ലഭിക്കേണ്ട ലാളന, കിട്ടേണ്ട സ്നേഹം, ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ടാണ് നല്ലൊരു ശതമാനവും ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. അതിൽ നല്ലൊരു പഠനമുണ്ട്. ഒരധ്യായത്തിൽ ആത്മഹത്യയും മതങ്ങളും എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. ഏത് മതക്കാരാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹം ഗവേഷണം നടത്തി നോക്കി. അപ്പൊ അദ്ദേഹം 500 പേരിൽ നടത്തിയ ഗവേഷണത്തിൽ ഏറ്റവും കുറഞ്ഞ അനുപാതം മുസ്ലിമീങ്ങളായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ കാണാം. DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെറുപ്പകാലത്തിൽ നമ്മുടെ മക്കളുടെ മനസ്സിൽ അവർക്ക് പ്രണയിക്കാൻ ഒരാളെ ഇട്ടുകൊടുത്താൽ അവർ വേറെ എവിടെയും പോകില്ല. ഇന്ന് ക്യാമ്പസിൽ പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഏതെങ്കിലും ഒരുത്തിയുടെ തോളിൽ കയറിയിട്ട് പ്രണയത്തിന്റെ പുതിയ സമവാക്യം ഉണ്ടാക്കി അവസാനം ഒളിച്ചോടി എവിടെങ്കിലും പോയി ജീവഹാനി വരുത്താനുള്ള കാരണം അവർക്ക് ദാഹിക്കുന്ന കൽബിൽ ഒരു സ്നേഹത്തിന്റെ ഇരയെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്, അല്ലിമോ ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ പ്രേമിക്കാൻ പഠിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. ആ കുഞ്ഞു മോനൊരു കസേര കൊടുക്കണമല്ലോ, ആ കുട്ടിക്ക് നിരത്തിരിക്കുന്നത് ശരിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കാൻ അവരെ പഠിപ്പിച്ചാൽ അല്ലാഹു ജല്ല ജലാലുഹു ആ പടച്ചവനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെയാണ്. അപ്പൊ ഇടക്കൂടി ആ കുട്ടിയുടെ കാര്യം പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മദീനയിലെ തോട്ടത്തിൽ നിന്ന് ആദ്യത്തെ വിളവെടുപ്പ് കൊണ്ട് കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അങ്ങനെ ആദ്യത്തെ വിളവെടുപ്പ് റസൂലുള്ളാഹി തങ്ങൾക്ക് കൊണ്ടു കൊടുത്താൽ ആദ്യത്തെ കൊല ഈത്തപ്പഴം കൊണ്ടുവന്ന് നബി തങ്ങൾക്ക് കൊടുക്കുമ്പോൾ നബി തങ്ങൾ അതിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്തു നോക്കും. ഈ സദസ്സിൽ ഏറ്റവും ചെറിയ ആളാരാണ്, അയാൾക്ക് കൊടുക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പാലിക്കേണ്ടത് മുഴുവനും കൃത്യമായി പഠിപ്പിച്ചു തന്നു. അപ്പൊ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ പ്രേമിക്കാനുള്ള അസ്ഥിവാരം നമ്മുടെ കുട്ടികളുടെ കൽബിൽ ഇട്ടുകൊടുത്താൽ അവരെവിടെയും പോവില്ല. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചിട്ട് തെറ്റിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾ ഏകദേശം 120ഓളം ആളുകളുടെ ഒരു സീരീസ് അവതരിപ്പിക്കാൻ കഴിയും. അവരൊക്കെ വലിയ തെറ്റിന്റെ സാഹചര്യത്തിൽ ചെല്ലുമ്പോ അവിടെ നിൽക്കുന്നു, ആലോചിക്കുന്നു, ഇതെന്റെ ഹബീബ് ഇഷ്ടപ്പെടില്ലല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു മാറി നിന്ന മഹാന്മാരുണ്ട്. നമുക്ക് അനുവദിക്കപ്പെട്ടതാണെങ്കിലും നബി തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന കാരണത്താൽ ഉപയോഗിക്കാതിരുന്ന സ്വഹാബിമാരുണ്ട്. നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്, പക്ഷേ നബി തങ്ങൾ കഴിച്ചതുപോലെ കഴിക്കുക. ഉദാഹരണം, മഹാന്മാരായ സൂഫിയാക്കന്മാരിൽ കാണാം, അവരെന്ത് ചെയ്യുന്നു? ആദ്യം ഈത്തപ്പഴം കഴിക്കുന്നു, പിന്നെ മുന്തിരിങ്ങ കഴിക്കുന്നു. ആ മുന്തിരിങ്ങയിൽ നിന്ന് തന്നെ പച്ച മുന്തിരിങ്ങ കൊലയോടെ എടുത്ത് ആ കൊല കയ്യിൽ പിടിച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം കടിച്ചു തിന്നുന്നു. അവിടെ പറയുന്നു, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ഈത്തപ്പഴം കഴിക്കും, അത് ചൂടുള്ള സാധനമാണ്. എന്നിട്ട് നബി തങ്ങൾ മുന്തിരിങ്ങ കഴിക്കും. എന്നിട്ട് പറയും, അതിന്റെ ഹറിനെ ഇതിന്റെ ബറുദ് ഇതാ നീക്കിക്കളഞ്ഞിരിക്കുന്നു, അതിന്റെ ചൂട് ഈ മുന്തിരിങ്ങയുടെ തണുപ്പ് കൊണ്ട് നീങ്ങിപ്പോയിരിക്കുന്നു
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. എന്നിട്ട് മുന്തിരിങ്ങ കഴിക്കുമ്പോൾ പറിച്ചിട്ടിട്ട് ഓരോന്നെടുത്ത് കഴിക്കലല്ല. നബിയിൽ നിന്ന് മഹാന്മാരായ ആളുകൾ കണ്ടത് ചെറിയ ചെറിയ കൊലയാക്കിയിട്ട് ആ കൊല കയ്യിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് അതിൽ നിന്ന് ഓരോന്ന് കടിച്ചു കഴിക്കലായിരുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയാനുള്ള കാരണം അത്രയും മൈന്യൂട്ടായി മൈക്രോ ലെവലിൽ റസൂലുള്ളാഹിന്റെ ജീവിതം അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ സന്നിവേശിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. അങ്ങനെ സ്നേഹിക്കാൻ അവർക്ക് അവസരം കൊടുത്താൽ അവര് തെറ്റിലേക്ക് പോവുകയില്ല. അവര് ക്യാമ്പസിൽ പോയി ഏതെങ്കിലും ഒരുത്തന്റെ തോളിൽ കയറുകയില്ല. അവരുടെ കൽബ് ദാഹിക്കുന്നുണ്ട് പ്രേമിക്കപ്പെടാൻ, അവന്റെ കൽബ് ദാഹിക്കുന്നുണ്ട് സ്നേഹിക്കപ്പെടാൻ. ആ രണ്ടു സ്ഥലത്തേക്കും അല്ലാഹുവിന്റെ ഹബീബിനെ വെച്ചുകൊടുത്താൽ ഹുബ്ബുൻ നബി വമദുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വഹാ കഫൽ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചാൽ ഇഹപര വിജയത്തിന്റെ നിദാനം ആ പ്രണയത്തിലുണ്ട്. അല്ലാഹു നമ്മളെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ചുരുക്കി പറയാം, അങ്ങനെ മഹാനവറുകൾ പറയുന്നു വൽ ഹുബ്ബു ഫില്ലാഹി വഹ്ദഹ വൽ ഹയാഉ മിനല്ലാഹി വഹ്ദഹ. അല്ലാഹുവിലേക്ക് നാണമുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യും? ജനങ്ങളുടെ അടുക്കൽ നാണമുണ്ടായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യില്ല. അത് നമ്മൾ സ്വകാര്യ ജീവിതത്തിൽ ചെയ്തോന്ന് വരാം. സ്വകാര്യമായി കള്ളുകുടിക്കുക, സ്വകാര്യമായി തോന്നിവാസം ചെയ്യുക, സ്വകാര്യമായി വൃത്തികെട്ട സിനിമ കാണുക. അപ്പൊ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ കഥ കടച്ചിരുന്നിട്ട് നല്ല സിനിമ കണ്ടാൽ അതാരും അറിയില്ലല്ലോ എന്നാണ്. മോനെ, നീ നാണം കാണേണ്ടത് അല്ലാഹുവിനെയാണ്. ഇതെന്റെ പടച്ചവൻ കാണുന്നുണ്ടല്ലോ. വൽ ഹയാഉ മിനല്ലാഹി വഹ്ദാ. ഞാൻ ഈ തോന്നിവാസം ചെയ്യുന്നത് അല്ലാഹു കാണുന്നുണ്ടല്ലോ. ഞാൻ ഈ വൃത്തികേട് എഴുതുന്നത് അല്ലാഹു കാണുന്നുണ്ടല്ലോ. കാരണം നമ്മുടെ നാട്ടിലെ റെയിൽവേ സംസ്കാരമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ട്രെയിനിന്റെ ഒക്കെ ബാത്റൂമിൽ കയറിയാൽ ഏറ്റവും നല്ല സാഹിത്യങ്ങൾ കാണാൻ പറ്റും. ആ സാഹിത്യം എഴുതി വെക്കുന്നത് അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ലാഞ്ഞിട്ടാണ്. വേറെ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ എഴുതിയിട്ടിട്ടങ്ങ് പോകും. വളരെ വൃത്തികേടുകൾ അറിയാതെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ട്രെയിൻ നമ്മളൊക്കെ സ്ഥിര യാത്രക്കാരായതുകൊണ്ട് കണ്ടുപോകുന്നതാണ്. അപ്പൊ ബാത്റൂമിൽ ഒരു പ്രത്യേക സാഹിത്യം ട്രെയിനിന്റെ ഉള്ളിൽ കാണാം. ആരെങ്കിലും നോക്കാൻ വേണ്ടിയല്ല പറയുന്നത്. അത് എഴുതിയിടുന്നത് ആരും കാണുന്നില്ലല്ലോ എന്നുള്ള ഉറപ്പിലാണ്. പക്ഷേ നീ ഓർക്കേണ്ടത് അൽ ഹയാഉ മിനല്ലാഹി വഹ്ദാ. അല്ലാഹുവിനെ കുറിച്ച് നാണം വേണം. പടച്ചവനെ, പടച്ചവൻ കാണുന്നുണ്ടല്ലോ ഞാനിങ്ങനെ ചെയ്യുന്നത്, പടച്ചവൻ കാണുന്നുണ്ടല്ലോ ഞാൻ ഈ തുണിയില്ലാതെ കുളിക്കുന്നത്. ചെറിയൊരു കാര്യമാണ്, പക്ഷേ വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഇമാമാണെന്നുള്ള പ്രഖ്യാപനം കിട്ടിയത് തുണി ഉടുത്തുകൊണ്ട് കുളിക്കാൻ പറഞ്ഞപ്പോഴാണ് എന്ന് ഈ ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് തങ്ങളുടെ ശിഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാ ഒരു ദിവസം യാത്ര ചെയ്യുകയാണ്. അപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ നേരം അന്ന് പറമ്പിൽ പോകുന്ന കാലമാണല്ലോ. അപ്പൊ ചില ആളുകൾ തുണിയൊക്കെ ഇങ്ങനെ മാറ്റിവെച്ച് ഒരു കുഞ്ഞൻ തുണിയൊക്കെ ഉടുത്തിട്ട് അങ്ങനെ പോയി. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യദ്ഖുലുൽ ഖലാഅ ബിമിഅ്സരിൻ. അവിടുന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അരത്തുണി പൂർണ്ണമായും ഉടുത്തിട്ട് ബാത്റൂമിലേക്ക് പോകണം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉയർത്തുകയും ആ സ്ഥലത്തെത്തുമ്പോൾ മാത്രം ഉയർത്തുകയും വേണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് പറയുന്നു, അഹ്മദ് ബിൻ ഹംബലേ, നിങ്ങളെ തുടരപ്പെടാനുള്ള ഇമാമായി, ഇമാമൻ യുഖ്തദാ, തുടരപ്പെടാനുള്ള ഇമാമായി അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അപ്പൊ അല്ലാഹുവിനോടാണ് ഹയാ വേണ്ടത്, അല്ലാഹുവിനോടാണ് നാണം വേണ്ടത്. അപ്പൊ ആരും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചല്ല ഈ പ്രയോഗത്തിന് ഈ കാലഘട്ടത്തിൽ വലിയ ഊക്കുണ്ട്. കാരണം പണ്ടൊക്കെ തെറ്റ് ചെയ്യാൻ അങ്ങോട്ട് പോകണം, സിനിമ കാണാൻ അങ്ങോട്ട് പോകണം, കള്ളു കുടിക്കാൻ അങ്ങോട്ട് പോകണം. ഇന്നങ്ങനെയല്ല, സിനിമ ഇങ്ങോട്ട് വരുന്നു. കൈവെള്ളയിൽ സിനിമയാണ്, മൊബൈലിൽ സിനിമയാണ്, സ്വകാര്യ ജീവിതത്തിൽ സിനിമ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാലമാണ്. മോനെ, അൽ ഹയാഉ മിനല്ലാഹ്. പിന്നെയോ
പണ്ടൊക്കെ കള്ളു കുടിക്കാൻ എത്ര മെനക്കേടാണ്. ഇപ്പൊ ഫ്ലൈറ്റിൽ കയറിയാൽ കൊണ്ടുവരും സുന്ദരി മണികളായ സ്ത്രീകൾ വന്നിട്ട് ചോദിക്കും വിസ്കി വേണോ, ബ്രാൻഡി വേണോ, 3X വേണോ, റമ്മ് വേണോ, അത് വേണോ, ഇത് വേണോ. നോക്കുമ്പോ ബ്രിട്ടീഷ് എയർവേസിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. പരിസരത്ത് നോക്കിയപ്പോ ഒറ്റപ്പാലത്തുകാരും പാലക്കാട് ജില്ലക്കാരും കേരളീയരാരുമില്ല. എന്നാൽ ഒരു പെഗ്ഗൊന്ന് വാങ്ങിയാലോ, ഇല്ല ഇല്ല, ഇന്നി അഖാഫുല്ലാഹ്. ഞാനിത് കുടിക്കാതിരിക്കുന്നത് മലയാളികളെ ബോധ്യപ്പെടുത്താനല്ല, നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല, മറിച്ചോ ഇത് ഞാൻ കുടിക്കാതിരിക്കുന്നത് അല്ലാഹു വിലക്കിയത് കൊണ്ടാണ്. അവിടെ നമ്മളെ മുസ്ലിയാക്കന്മാരായ ആളുകൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് പറയാൻ എനിക്ക് തോന്നുകയാണ്. കള്ളിനോട് സാദൃശ്യമുള്ള ജ്യൂസുകൾ ഉണ്ടാകും, അതും തൽക്കാലം ഫ്ലൈറ്റിൽ വെച്ച് നമ്മൾ വാങ്ങാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ ആപ്പിൾ ജ്യൂസ് വാങ്ങി നമ്മൾ ഗ്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാചാരിങ്ങനെ നടന്നു പോവുകയാണ്, അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ആൾ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥം ആയിരിക്കും, കണ്ടാൽ രണ്ടും ഒരുപോലെ ഇരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ആ ആപ്പിൾ ജ്യൂസ് പോലും നമ്മൾ വാങ്ങാൻ പാടില്ല. ഒരു സാധാരണക്കാരൻ തെറ്റിദ്ധരിക്കും, അല്ല നമ്മുടെ നാട്ടിലൊക്കെ വയല് പറഞ്ഞു നടക്കുന്ന വലിയ മുസ്ലിയാരാണല്ലോ, ഫ്ലൈറ്റിൽ കയറിയപ്പോ കുടിക്കുന്നത് എന്താണ് എന്നൊന്ന് ചിന്തിക്കാനുള്ള വഴിയും കൊടുക്കാൻ പാടില്ല. ആ നിലയിൽ തെറ്റിദ്ധാരണയുടെ വഴി പോലും നമ്മൾ സൂക്ഷിക്കേണ്ടവരാണ്. ഹറാമിലേക്ക് അടുക്കാൻ പോലും പാടില്ലാത്തവരാണ്. അല്ലാഹു നമുക്ക് പ്രത്യേകമായ സംരക്ഷണം നൽകുമാറാകട്ടെ. വൽ ഹയാഉ മിനല്ലാഹി വഹ്ദാ വൽ ഉൻസു ബില്ലാഹി വഹ്ദാ. അള്ളാഹുവിനെ കൊണ്ടുള്ള നേരം പോക്ക്. ഇന്ന് ഏറ്റവും കൂടുതൽ ടൈം പാസിന് വേണ്ടിയാണ് തോന്നിവാസം ചെയ്യുന്നത്. ഭർത്താവ് ഗൾഫിലാണ്, മക്കൾ സ്കൂളിലാണ്, ഭാര്യ ഒറ്റയ്ക്കാണ്. അതുകൊണ്ടിരിക്കട്ടെ ഒരു ടെലിവിഷൻ അവൾക്ക് നേരം പോക്കിന്. മോനെ, ഇൻ തത്ലുബു മോനിസൻ ഫൽ ഖുർആനു യക്ഫീ. നേരം പോക്കാണ് നിനക്ക് ആവശ്യമെങ്കിൽ ഖുർആൻ മതിയല്ലോ. ആ ഖുർആൻ അങ്ങ് പാരായണം ചെയ്തിട്ട് നേരം പോക്ക് കണ്ടെത്താൻ നിന്റെ ഭാര്യയെ പഠിപ്പിക്കണം, നിന്റെ പെങ്ങളെ പഠിപ്പിക്കണം, നിന്റെ കുടുംബക്കാരെ പരിശീലിപ്പിക്കണം. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ബോറടിക്കുമല്ലോ. അതുകൊണ്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെലിവിഷനിൽ ന്യൂസ് ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ചില ആളുകളൊക്കെ വലിയ വ്യാഖ്യാനം നൽകിയിട്ട് വീട്ടിൽ ടെലിവിഷൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിലെ കണക്കെടുപ്പനുസരിച്ച് പ്രതിവർഷം 20,000 കുറ്റകൃത്യങ്ങൾ ടെലിവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലായിരുന്നു എന്നാണ് കണക്ക് പഠിപ്പിക്കുന്നത്. അത്രയും അനുപാതത്തിൽ കുറ്റകൃത്യങ്ങൾ അധികരിക്കാനുള്ള കാരണം ടെലിവിഷന്റെ സാന്നിധ്യമാണ്. അത് പിടിച്ചു പറയുകയാണെങ്കിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളാണെങ്കിലും അല്ലാത്ത ക്രിമിനൽ കുറ്റങ്ങളാണെങ്കിലും എല്ലാ കുറ്റകൃത്യങ്ങളുടെയും അനുപാതം വർദ്ധിപ്പിക്കുന്നതിൽ ടെലിവിഷന്റെ സാന്നിധ്യം വലിയ റോളാണ് അഭിനയിക്കുന്നത് എന്ന് ആധുനിക ഗവേഷണങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട അനുവാചകരെ, നമ്മുടെ വീട്ടിൽ നിന്ന് ടെലിവിഷൻ പരമാവധി നീക്കം ചെയ്യാൻ ശ്രമിക്കണം. അത് പറയുമ്പോ വികസനത്തിന് എതിരാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. അതിന്റെ പോസിറ്റീവ് റിസൾട്ടും നെഗറ്റീവ് റിസൾട്ടും നിങ്ങൾ വിലയിരുത്തണം. നമ്മുടെ മക്കളുടെ ബുദ്ധിമാന്യം സംഭവിക്കാനും അതുപോലെ തന്നെ പല അപാകതകൾ ഉണ്ടാകാനും ഒരുപാട് നെഗറ്റീവ് തലങ്ങൾ അതിനുണ്ട്. വിശദീകരിക്കാൻ ഇപ്പൊ സമയം പോരാ. അപ്പൊ നിന്റെ ഭാര്യയ്ക്ക് നേരം പോക്കിന് നീ കൊടുക്കേണ്ടത് കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ അവളെ പാരായണം ചെയ്യട്ടെ. സലിഹീങ്ങളുടെ സംഭവങ്ങൾ അവൾ വായിക്കട്ടെ, മുത്തഖീങ്ങളുടെ ചരിത്രങ്ങൾ അവൾ വായിക്കട്ടെ. ഇന്ന് വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. അതേസമയത്ത് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ബിസിനസ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്കെല്ലാം നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ ഇന്ന് കുട്ടികളില്ല. എന്നാ മുൻഗാമികൾ എങ്ങനെയായിരുന്നു? ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തുന്നു. 40 കൊല്ലം വീട്ടിൽ ഇരുന്ന് കിതാബ് ഓതി കൊടുക്കുന്നു ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ. അപ്പൊ വീട്ടിലിരുന്ന് ദർസ് നടത്തുമ്പോൾ മാലിക് ഇമാമിന്റെ പിന്നിൽ ഒരു മറയുണ്ട്. ആ മറയുടെ പിന്നിൽ മകളിരുന്നു കൊണ്ട് കിതാബ് ഓതുന്നുണ്ട്. അങ്ങനെ മുവത്തൽ കാണാതെ പഠിച്ച മകളാണ് മാലിക് ഇമാമിന്റെ മകൾ. പിൽക്കാലത്ത് മുത്തഅല്ലിമീങ്ങൾ വന്നിട്ട് ഹദ്ദസനി മാലികുൻ അൻ നാഫിഇൻ അൻ ഇബ്നു ഉമറ എന്ന് തുടങ്ങിയിട്ട് ഹദീസ് വായിക്കുമ്പോൾ എവിടെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ വാപ്പാന്റെ പിന്നിലുള്ള മറയിൽ മകളൊന്ന് കൊട്ടും. അപ്പൊ മാലിക് ഇമാം പറയും, ഒന്നുകൂടി ഒന്ന് വായിച്ചേ, കാരണം എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്നാണ് ഈ കൊട്ടലിന്റെ അർത്ഥം. രണ്ടാമത് വായിപ്പിക്കാറുണ്ടായിരുന്നു.
40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ആ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അവിടുന്നതാ രാജകീയ കുടുംബത്തിൽപ്പെട്ട രാജകുമാരൻ മകൾക്ക് വിവാഹാലോചന നടത്തി. വേണ്ട, എന്റെ മകളെ രാജാവിന് കെട്ടിച്ചു കൊടുക്കില്ല. കാരണം അവൾ ആത്മീയതയിൽ നിന്ന് ഭൗതികതയിലേക്ക് പൂർണ്ണമായും മാറിപ്പോകുമെന്ന പേടിയാണ്. അവൾ എന്റെ കയ്യിൽ അള്ളാഹു നൽകിയ അമാനത്താണ്. 40 കൊല്ലം വീടിറ്റു പള്ളി, പള്ളിറ്റു വീടെന്നുള്ള വഴിയല്ലാതെ വേറൊരു വഴിയും സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾക്കറിയില്ല. രാജാക്കന്മാര് വല്ല ആവശ്യത്തിനും വിളിച്ചാൽ പറയും, എന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാം, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നുകൊള്ളണം. ഞാനിപ്പോ മസ്ജിദ് റസൂലുള്ളാഹി, ഞാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിലാണ് എന്ന് പറഞ്ഞ് ധീരതയോടെ ദർസ് നടത്തിയ മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ചുരുക്കുന്നു, ആ മകളെ ഒരു മുത്തഅല്ലിമിന് കല്യാണം കഴിച്ചു കൊടുത്തു. ആ മുത്തഅല്ലിമിന്റെ വീട്ടിൽ രാത്രി കൊണ്ടാക്കി സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ. പിറ്റേന്ന് രാവിലെ മുത്തഅല്ലിമ് വീട്ടിൽ നിന്നിറങ്ങി. അപ്പൊ ഭാര്യയുടെ ചോദ്യമാണ്, സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ മകള് ചോദിക്കുന്നു, എവിടെ പോവാണ്? വേറെ എവിടെയല്ല, വാപ്പാന്റെ ദർസിൽ ഓതാൻ പോവാണ്. അപ്പൊ പറഞ്ഞു, ഉഅല്ലിമുക ഇൽമ സഈദ്, ഇന്ന് വാപ്പ നടത്തുന്ന ദർസ് എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം. പുതിയാപ്പള വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞ വലിയ പണ്ഡിതയായിരുന്നു സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ മകൾ. ഇന്ത്യയിലെ ഭരണാധികാരികൾ, മുഗളന്മാരായ ഭരണാധികാരികളിൽ ഇസ്ലാമിക ബോധവും വൈജ്ഞാനിക ബോധവും ഉണ്ടായിരുന്ന ആളാണ് ഔറംഗസീബ് ആലംഗീർ. അദ്ദേഹം മാതൃകായോഗ്യനായ ഭരണാധികാരിയായിരുന്നു. ഫതാവ ആലംഗീർ ഇന്നും പ്രബലമായ അവലംബ ഗ്രന്ഥമാണ്. ഹനഫി മദ്ഹബിലെ ഫത്വ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ കൂടി സമാഹർത്താവായ ഔറംഗസീബ് ആലംഗീറിന്റെ മകൾ സീനത്ത് ബീഗം സീനത്തു തഫാസീർ എന്ന ഗ്രന്ഥം എഴുതിയ മഹദിയാണ്. ഉറുദുവിൽ സീനത്തു തഫാസീർ എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട്. അതിന്റെ രചയിതാവാണ് ഔറംഗസീബിന്റെ മകൾ സീനത്ത് ബീഗം. ഇന്ന് ഡൽഹിയിൽ ഒരു പള്ളിയുണ്ട്, ബീഗം മസ്ജിദ്. നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് ആ പള്ളിയോട് ചേർന്നിട്ടാണ്. ആ സീനത്ത് ബീഗം എന്ന് പറയുന്ന മഹദി കൊട്ടാരത്തിന്റെ ഉള്ളിൽ ജീവിച്ചതാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഇൽമ പഠിച്ചു. അങ്ങനെ എത്രയോ മഹദികളുണ്ട്. ഇന്ന് നമ്മുടെ പെൺമക്കളെ 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ മദ്രസ കഴിഞ്ഞാൽ ഇനി മദ്രസ വേണ്ട. അപ്പൊ പറയും, കുട്ടികളൊക്കെ വലുതായില്ലേ, ഇനി മദ്രസയെ വിട്ടാ ശരിയാവൂല. എന്നാൽ കുട്ടികൾ വലുതായില്ലേ, തെരുവിൽ തെണ്ടിയാൽ പ്രശ്നമില്ല, എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ പ്രശ്നമില്ല, ഹയർ സെക്കൻഡറിയിൽ പോയാൽ പ്രശ്നമില്ല, മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോയാൽ പ്രശ്നമില്ല. ഇനി എത്ര വയസ്സുവരെ ഏത് പബ്ലിക് ക്യാമ്പസിൽ പോകുമ്പോഴും വയസ്സും പ്രായവും ഒന്നും പ്രശ്നമില്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീന് പഠിക്കേണ്ടത് 5ാം ക്ലാസ്സിൽ നിന്ന് കട്ടു ചെയ്യുന്ന വാപ്പാ ആലോചിച്ചു കൊള്ളണം. ഉമ്മ ഒരു പര്യാലോചന നടത്തണം. നിങ്ങളുടെ മകൾ അള്ളാഹുവിന്റെ കലാമും പരിശുദ്ധമായ ഹദീസും അള്ളാഹുവിന്റെ ദീനും പഠിക്കുന്ന ഒരു പണ്ഡിതയായി മാറിയാൽ അതിനനുസരിച്ചുള്ള ഇൽമു മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അല്ലുമ്മു മദ്റസത്തുൻ ഇദാ അഅദത്ഹാ, അവളെ പാകപ്പെട്ടാൽ അവളാണ്, ഉമ്മയാണ് പ്രഥമ വിദ്യാലയം മദ്രസ. അതിൽ പഠിച്ചു വളരാൻ കഴിഞ്ഞാൽ ആ മക്കൾ പഠിക്കേണ്ടത് മുഴുവനും ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്നാണ്. അതിന് ഉദാഹരണം ഒരുപാട് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ മഹാനവറുകളാക്കി മാറ്റിയത് ഉമ്മയുടെ ശിക്ഷണമാണ്. ഷാഫി ഇമാമിനെ ഓതാൻ വിട്ടത് ഉമ്മയാണ്. നബവി ഇമാം തങ്ങൾക്ക് ഓതുന്ന കാലത്ത് ഭക്ഷണം കൊണ്ട് കൊടുത്തത് വാപ്പയാണ്. അതുപോലെ തന്നെ അലി ബ്രദേഴ്സിനെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറക്കി വിട്ടത് ഉമ്മയാണ്. എല്ലാത്തിലും ഉപരി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന നിവേദനത്തിൽ കാണാം, ഞാൻ ആരാണെന്നറിയുമോ? ദഅവത്തു ഇബ്രാഹിം വറുഇയ ഉമ്മി വബിശാറത്തു ഈസാ. ഞാൻ ഇബ്രാഹിം നബിയുടെ ദുആയാണ്, ഈസാ നബിയുടെ മുന്നറിയിപ്പാണ്, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ സ്വപ്നമാണ്. ഇൻ സഹ മാ അബ്സറതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി. ഞാൻ കണ്ടതൊക്കെ ശരിയാണെങ്കിൽ മോൻ ലോകത്തിന്റെ പ്രവാചകനാണ്. അതുകൊണ്ടാണ് 6 വയസ്സിൽ യാത്ര ചോദിച്ച ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ അബവായിൽ 60ാമത്തെ വയസ്സിൽ അനുയായികളോടൊപ്പം ഗദ്ഗദത്തോടെ റസൂലുള്ള നിൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കരയുക
കരയുകയാണ്. കൂടെ കരയാനേ സ്വഹാബികൾക്കറിയൂ. നബിതങ്ങൾ നിസ്കരിക്കുമ്പോ ചെരുപ്പ് മാറ്റിയിടുന്നു, കണ്ടു മാറ്റിയിടാനേ സ്വഹാബികൾക്കറിയൂ. അവരങ്ങനെ റസൂലുള്ളാഹിനെ ചുവട് ഒപ്പിച്ച് പിന്തുടർന്നവരാണ്. അതുപോലെ നബിതങ്ങൾ അബവായിൽ കരയുമ്പോൾ അനുയായികളും കരയുന്നു. എല്ലാം കഴിഞ്ഞപ്പോ ചോദിക്കുന്നു, മാദാ യുബ്കീക യാ റസൂലല്ലാഹ്, എന്തിനാണ് കരഞ്ഞത് നബിയേ? അപ്പോൾ പറയുന്നു, മറ്റൊന്നുമല്ല, 6-ാം വയസ്സിൽ ഇവിടെ വെച്ച് എന്നോട് മോൻ നാളത്തെ പ്രവാചകനാണെന്ന് പറഞ്ഞ് യാത്ര ചെയ്ത് ചോദിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നോട് യാത്ര ചോദിച്ച ഉമ്മ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. ആ ഉമ്മാനെ ഓർത്തിട്ട് കരയുകയാണ്. 60 വയസ്സുള്ളപ്പോ വലിയ ലീഡറാണ്. അപ്പോഴും ഉമ്മാനെ ഓർത്തിട്ട് ആ ചെറിയ ഓർമ്മകളിൽ നിന്ന് വലിയ സ്നേഹം കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള സ്വർഗത്തിലല്ലെന്ന് പറയുന്ന പാർട്ടികൾ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. കാരണം എന്താണ്? തർജൂഹു ഉമ്മതഹു വതയസു ഉമ്മഹു ഹാശാഹു വഹുവ ബിബിർരിഹാ യുസീനാ. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം എന്തേ? സറാപാ ചമൻ ഹേ ദിയാറേ മദീന ദവാമാ ശനാ ഹേ ബഹാറേ മദീന. ലോകത്തിന് മുഴുവനും വെളിച്ചം പകരാനുള്ള മദീനയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. മാത്രമല്ല, ഫഇന്നലി ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിസിമമി. റസൂലുള്ളാഹിന്റെ പേരുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്നാണ് ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബുസൈരി തങ്ങളുടെ പ്രതീക്ഷ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നാളെ ഖിയാമത്ത് നാളാകുമ്പോൾ ഞാൻ ഓടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലും. എന്നിട്ട് പറയും, യാ റസൂലല്ലാഹ് അന ഖുവൈദിമുക ഉനൈസ് അന ഖുവൈദിമുക ഉനൈസ് അന ഖുവൈദിമുക ഉനൈസ്. ഞാൻ ഹബീബായ നബിയെ അവിടത്തേക്ക് സേവനം ചെയ്ത കുഞ്ഞനസാണ് നബിയെ എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെല്ലുന്നതാണെന്ന് പറഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിതങ്ങളുടെ ഒരു മുടി എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ മരിച്ചാൽ എന്റെ നാവിന്റെ അടിയിൽ വെക്കണം. അങ്ങനെ നാവിന്റെ അടിയിൽ വെച്ചിട്ടാണ് ഖബറടക്കിയത് ഇമാം ബുഖാരി പഠിപ്പിക്കുന്നു. എന്റെ കയ്യിൽ റസൂലുള്ളാഹി തങ്ങൾ നൽകിയ ചെറിയൊരു വടിയുണ്ട്, അത് ഖബറിൽ എന്റെ കൂടെ വെക്കണേ. അത് ഖബറിൽ കൂടെ വെച്ചിട്ടാണ് അനസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയത്. മഹാന്മാര് രേഖപ്പെടുത്തുന്നു. അപ്പോൾ അള്ളാഹുവിലായിട്ടുള്ള നേരം പോക്ക്, നമ്മുടെ സമയത്തിന് ടൈം പാസ് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലാകണം. അത് മൊബൈലിലാകാൻ പാടില്ല, ടെലിവിഷനിലാകാൻ പാടില്ല, വൃത്തികെട്ട സിനിമയിലാകാൻ പാടില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, വെറുതെ തെരുവിലിറങ്ങി കറങ്ങാൻ പാടില്ല. അതുപോലെ വൃത്തികെട്ട ചിത്രങ്ങളുടെ മുമ്പിൽ തപസ്സിരിക്കാൻ പാടില്ല. മ്യൂസിക്കുകൾ കേട്ട് സമയം കളയാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ രക്ഷിതാവ്. അവന്റെ അടുക്കൽ കണക്ക് പറയേണ്ടാത്തതായി ഒന്നും നമ്മുടെ വക്കലില്ല. ഇങ്ങനെ ജീവിച്ച ബഹുമാനപ്പെട്ട സിറിയുസ് ഖതീർ റളിയല്ലാഹു അൻഹു റമളാൻ 6 സുബഹിയുടെ സമയത്താണ് വഫാത്താകുന്നത്. പിന്നീട് അവിടുത്തെയുടെ കുടുംബക്കാരൻ തന്നെയായ ജുനൈദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടടുത്താണ് ഖബറടക്കിയത്. ഏതായാലും സിറിയുസ് ഖതീർ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയതിനു ശേഷം അതാ മഹാന്മാരായ ആളുകൾ സ്വപ്നത്തിൽ കാണുന്നു, മാദാ ഫഅലല്ലാഹു ബിക യാ സിറി, അല്ലാഹു എങ്ങനെയാണ് പെരുമാറിയത്? ഉടനെ പറയുന്നു, ഗഫറലി വലിമൻ ഹളറ ജനാസതി വസല്ലാ അലയ്യ. എനിക്കല്ല പുറത്തു തന്നു, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നവർക്കും അല്ലാഹു പുറത്തു കൊടുത്തു, എന്റെ ജനാസ സന്ദർശിക്കാൻ വന്നവർക്കും അല്ലാഹു പുറത്തു കൊടുത്തു. അത്രയും വലിയ ഉന്നതിയിലുള്ള മഹാന്മാർ അവരുടെ ജീവിതം അല്ലാഹുവിനെ മാത്രം ഭയക്കുക, അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷ വെക്കുക, അല്ലാഹു പൊരുത്തപ്പെട്ട പ്രേമം പ്രേമിക്കുക, അല്ലാഹുവിനെ കുറിച്ച് നാണമുണ്ടാവുക, അഥവാ അല്ല കാണുമല്ലോ എന്ന വിചാരമുണ്ടാവുക. നേരം പോക്കിന് വേണ്ടി അല്ലാഹ്, അതെങ്ങനെയാ നേരം പോക്കിന് വേണ്ടി അള്ളാനെ കാണുക?
ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ഹമ്മഹു അംറുൻ ബാദറ ഇല സ്വലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ ബാദറ ഇല സ്വലാ, നിസ്കാരത്തിലേക്ക് പെട്ടെന്ന് കടക്കും. നമുക്ക് ടെൻഷൻ ഉണ്ടായാൽ നിസ്കാരമില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങനെയല്ല, വിഷമം മാറാനുള്ളതാണ് നിസ്കാരം. കാരണം അല്ലാഹുവിനോടുള്ള മുനാജാത്താണ്. അതല്ലേ മഹാന്മാരായ ആളുകൾ കൊല ചെയ്യപ്പെടാൻ പോകുന്ന നേരത്തും പറയുന്നു, ഉസല്ലി റകഅതൈൻ, ഞാൻ 2 റകഅത്ത് നിസ്കരിക്കട്ടെ. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ. രാവിനെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം, ആണിനെയും പെണ്ണിനെയും പടച്ചതിനെ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ പടച്ചവനെ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമുള്ള സ്വാലിഹീങ്ങളെ തന്നെയാണ് സത്യം. 3 വ്യാഖ്യാനവും ഇമാം റാസി തങ്ങളെ പോലെയുള്ളവരുടെ വിശദീകരണത്തിലുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ മുഫസ്സിറുകൾ ഈ 3 സാധ്യതകളെയും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മനുഷ്യൻ എന്ന് മാത്രമല്ല കാണുന്നത്, അവന്റെ ഇടയിലുള്ള സെക്ടർ തിരിച്ചുകൊണ്ടാണ് സംബോധന ചെയ്യുന്നത്. ആണിന്റെ അവകാശം, പെണ്ണിന്റെ അവകാശം, ആണിന്റെ ആരാധന, പെണ്ണിന്റെ ആരാധന, ആണിനുള്ള അവയവങ്ങളല്ല പെണ്ണിനുള്ളത്, പെണ്ണിനുള്ള ആലോചനയല്ല ആണിനുള്ളത്, പെണ്ണിനുള്ള വികാരമല്ല ആണിനുള്ളത്, ആണിനുള്ള വികാരമല്ല പെണ്ണിനുള്ളത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന പടച്ചവൻ ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. ആ വ്യത്യാസം മാറ്റാൻ ഇവിടുത്തെ ഒരു സമത്വവാദിക്കും സാധ്യമല്ല, ഇവിടെ ഒരു സംവരണ കമ്പനിക്കും സാധ്യമല്ല, ഇവിടത്തെ ഏത് രാഷ്ട്രീയ ചിന്തകൾക്കും സാധ്യമല്ല. രണ്ടിന്റെയും ഇടയിൽ അല്ലാഹു തആല ഒരുപാട് വ്യത്യാസങ്ങൾ പുലർത്തി. രണ്ടിന്റെയും ധർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല പാകപ്പെടുത്തി. ഇന്ന് സ്ത്രീ സമത്വവാദികളായ ആളുകൾ പ്രകൃതി വിരുദ്ധമായ നയമാണ് യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പെണ്ണിനെ പഠിച്ചത്, ആണിനെ പഠിച്ചത്. രണ്ടിനും അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല നൽകി. അല്ലാതെ ആണിന്റെ സ്വാതന്ത്ര്യം മുഴുവനും പെണ്ണിന് കൊടുത്താലേ പെണ്ണിന് സ്വാതന്ത്ര്യമാവൂ എന്ന വാദം തന്നെ പ്രകൃതി വിരുദ്ധമാണ്. കാരണം ഓരോരുത്തരുടെയും നേച്ചർ അനുസരിച്ച് മാത്രമേ അത് പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ബഷീർ എന്ന് പറയുന്ന നമ്മുടെ സാഹിത്യകാരൻ പണ്ട് പറഞ്ഞിരുന്നു, സർവ്വരാജ്യ സ്ത്രീകളെ നിങ്ങൾ വരൂ, ഇനി അടുത്തൊരു ടൈമിൽ പ്രസവിക്കാൻ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ തെങ്ങ് കയറാൻ പോകൂ എന്ന് പറഞ്ഞു. തെങ്ങ് കയറാൻ പോകുന്ന പണി ഇപ്പൊ ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രസവിക്കാൻ പുരുഷന്മാരെ ഏൽപ്പിച്ച് എവിടെയും കണ്ടിട്ടില്ല. ഇനി എങ്ങനെയാണത് സാധ്യമാകുക എന്ന് അറിയില്ല. ഏതായാലും ശരി, അങ്ങനെ സമത്വം ഉണ്ടാക്കിയെടുക്കാൻ ലോകത്തിന് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആണിനെയും പെണ്ണിനെയും മനുഷ്യനിൽ മാത്രമല്ല എല്ലാത്തിലും ആണിനെയും പെണ്ണിനെയും പടച്ച അല്ലാഹുവിനെ കുറിച്ച് വിചാരമുണ്ടാകണം. അതാണ് ഈ ആയത്തിന്റെ താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്നതാ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടയിൽ വ്യത്യസ്തതകൾ ഉണ്ടാക്കി. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ, ആണിന് അല്ലാഹു തആല ഡ്യൂട്ടികൾ പ്രത്യേകമായി നിശ്ചയിച്ചു. ആണിന്റെ പ്രകൃതി അനുസരിച്ച് 5 നേരവും ഓടി പള്ളിയിൽ വരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നീ പള്ളിയിൽ നിസ്കരിക്കണം. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പെണ്ണിന് അങ്ങനെ വരാൻ പറ്റുന്നവളല്ല. അതുകൊണ്ടോ ഖൈറു മസാജിദിൻ നിസാഇ ഖഉറു ബുയൂതിഹിന്ന, പെണ്ണിന്റെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ ഉള്ളിലാണ്. കൂലി കൊടുക്കുന്നെന്ന് പറഞ്ഞ അല്ല പറഞ്ഞത് പെണ്ണ് വീട്ടിൽ നിസ്കരിക്കുമ്പോ പള്ളിയിൽ നിസ്കരിച്ച കൂലി വീട്ടിൽ കൊടുക്കാമെന്നാണ്. ആണ് വീട്ടിൽ നിസ്കരിച്ചാൽ പള്ളിയിൽ നിസ്കരിച്ച കൂലി കിട്ടൂല എന്നാണ്. ആ 2 ഹദീസിന്റെയും വാചകം എത്ര മനോഹരമാണ്. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി, പള്ളിയുടെ അയൽവാസിയായ പുരുഷന് ഇല്ല, നിസ്കാരമേ ഇല്ല. ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയിലല്ലാതെ. അപ്പൊ പള്ളിയിൽ നിസ്കരിച്ച കൂലി കിട്ടണമെങ്കിൽ പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. അപ്പൊ പെണ്ണ് വിചാരിക്കും, പടച്ചോനെ എന്റെ കെട്ടിയവൻ എന്റെ ഭർത്താവ് പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ നിസ്കരിച്ച കൂലി കിട്ടുമ്പോ എനിക്ക് പള്ളിയിൽ നിസ്കരിച്ച കൂലി കിട്ടൂലല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ വാക്ക് നോക്കൂ. മജ്മുഉൽ സവായിദ് വ മൻബഉൽ ഫവായിദിൽ അബൂബക്കർ നൂറുദ്ദീൻ ഹൈസമിയുടെ നിവേദനത്തിൽ കാണാം, ഖൈറു മസാജിദിൻ നിസാഇ, പെണ്ണിന്റെ ഏറ്റവും നല്ല പള്ളി ഖഉറു ബുയൂതിഹിന്ന, വീടിന്റെ ഉള്ളിലാണ്. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ പള്ളിയിൽ നിസ്കരിക്കും.
നിസ്കരിക്കുന്ന പുരുഷന്റെ കൂലി വീട്ടിന്റെ ഉള്ളിൽ റബ്ബ് കൊടുക്കുന്നു. കാരണം അവൾക്ക് 5 നേരവും ഓടി പോകാൻ പറ്റുന്ന പ്രകൃതിയല്ല. ചിലപ്പോൾ പോകുന്ന വഴിക്ക് അടിച്ചു മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ റാക്കറ്റുകൾ വലയിൽ വീഴാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ മക്കൾ കിടന്ന് നിലവിളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾക്കും കൂലി ഇവിടെ കൊടുത്തോളാം. ധർമ്മയുദ്ധത്തിന് വേണ്ടി പുരുഷന്മാര് പോകുന്നു. അപ്പം ആ സ്ത്രീകൾക്കുണ്ടാകും ഒരു വിചാരം, ഞങ്ങൾക്ക് ആ കൂലി കിട്ടുന്നില്ലല്ലോ എന്ന്. ഇല്ല, നിങ്ങൾക്കും ആ കൂലി അല്ലാഹു തആല വേറെ അമലിൽ നൽകുന്നു. അതിൽ ഒരു അമലാണ് ഹജ്ജ്. ആ ഹജ്ജ് ചെയ്യുമ്പോഴേക്ക് അവിടുന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ പോലെ ഒരു കൂലി സ്ത്രീക്ക് ഹജ്ജ് ചെയ്യുമ്പോഴേക്ക് കിട്ടുന്നു. കാരണം അവൾക്ക് പുരുഷനേക്കാൾ സാഹസമാണ് ഹജ്ജ് ചെയ്യാൻ. ഇതുപോലെ അല്ലാഹു തആല ഓരോരുത്തർക്കും അവരുടെ പ്രകൃതി അനുസരിച്ചാണ് കൂലി കൊടുക്കുന്നത്. അല്ലാഹു തആല വളഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. അല്ലാഹു തആല നിയതമായ ഒരു താളം, ഒരു മെഷർമെന്റ് വെച്ചിട്ടുണ്ട്. അത് തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിയാലോ, ഇപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പബ്ലിക് ക്യാമ്പസിലും നോക്കൂ, വ്യഭിചാരം, കള്ളുകുടിയും മയക്കുമരുന്നും തോന്നിവാസവും പറയപ്പെടാത്ത ഒരു പബ്ലിക് ക്യാമ്പസ് എടുത്തുദ്ധരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അള്ള വെച്ചു 15 വയസ്സ് പ്രായപൂർത്തിയുടെ കാലമാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകമായ വേർതിരിവുകൾ നൽകണം. അതുപോലെ സ്ത്രീയും പുരുഷനും അവരവരുടെ സ്വതന്ത്രമായ മേഖലകൾ കൈകാര്യം ചെയ്യണം. ഇത് അല്ലാഹു തആല നിയമമാക്കിയതാണ്. അതിനെതിരെ വന്നപ്പോൾ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങൾ ആ പ്രത്യേകമായ സന്തുലിതാവസ്ഥയിൽ തകരാറ് വരുത്താൻ പാടില്ല. പെണ്ണിന് പെണ്ണിന്റെ സ്വാതന്ത്ര്യം, ആണിന് ആണിന്റെ സ്വാതന്ത്ര്യം, കുട്ടിക്ക് കുട്ടിയുടെ സ്വാതന്ത്ര്യം. ഒരു മകൻ വന്നിട്ട് ഉമ്മാനോട് സമരം ചെയ്യാണ്, വാപ്പനെ പോലുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മകൻ സമരം ചെയ്താൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നതുപോലെയാണ് സ്ത്രീ പുരുഷനെ പോലെയുള്ള അവകാശം അവൾക്കും വേണമെന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയുടെ നിയമത്തിനും ബയോളജിക്കും അതുപോലെ തന്നെ സോഷ്യോളജിക്കും ഒക്കെ എതിരാണ്. സാമൂഹിക ഘടനയ്ക്ക് എതിരാണ്, ശാരീരിക ഘടനയ്ക്ക് എതിരാണ്, ആധ്യാത്മികതയ്ക്ക് എന്തായാലും എതിരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചു ജീവിച്ചോ. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ വിഭിന്നമാണ്, വ്യത്യസ്തങ്ങളാണ്. ഒരു ഭാഗത്ത് കച്ചവടക്കാരൻ, മറുഭാഗത്ത് കസ്റ്റമർ, ഒരു ഭാഗത്ത് ഉൽപാദകൻ, മറുഭാഗത്ത് ഉപഭോക്താവ്, ഒരു ഭാഗത്ത് മുഅല്ലിമ്, മറുഭാഗത്ത് മുതഅല്ലിമ്, ഒരു ഭാഗത്ത് ടീച്ചർ, മറുഭാഗത്ത് സ്റ്റുഡന്റ്. ഇതുപോലെയാണ് ലോകത്തിന്റെ ഘടനകൾ. ഇന്ന സഅയകും ലശത്താ. ഇപ്പൊ ഈ ചെർപ്പുളശ്ശേരി അങ്ങാടിയിലേക്ക് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ആളുകൾ 500 പേരുണ്ടെങ്കിൽ 500 ആവശ്യങ്ങളും ലക്ഷ്യങ്ങളുമായിട്ട് ഇറങ്ങിയവരാണ്. ഇന്ന സഅയകും ലശത്താ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ വിഭിന്നമാണ്. ഇതിനെ മറ്റ് നേരത്തെ പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെടുത്താറുണ്ട്. അൽ വല്ലൈലി ഇദാ യഗ്ശാ ഇന്ന സഅയകും ലശത്താ. രാത്രി ആയിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പണിയാണ്. രാത്രി ആവട്ടടാന്ന് പറഞ്ഞ് കാത്തിരുന്നതാണ്, രാത്രി ആകട്ടെ എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചതാണ്, രാത്രി ആകട്ടെ എനിക്കൊന്ന് നിസ്കരിക്കണമെന്ന് ചിന്തിച്ചവരുണ്ട്, രാത്രി ആകട്ടെ എന്ന് ഷോ ഒന്ന് കാണണമെന്ന് വിചാരിച്ചവരുണ്ട്. ഇന്ന സഅയകും ലശത്താ. രാത്രി ആകട്ടെ ഒന്ന് മിസ് കോൾ അടിച്ചാൽ മതി, അടുക്കളയുടെ ഭാഗത്ത് ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഓരോരോ ജോലികളാണ് ഓരോരുത്തർക്കുമുള്ളത്. രാത്രിയാകട്ടെ പിൻവാതിൽ ഓപ്പൺ ആയിരിക്കുമെന്ന് പറഞ്ഞ പെണ്ണുണ്ട്, രാത്രിയാകട്ടെ നീ എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ വരണമെന്ന് മാടി വിളിച്ചവരുണ്ട്. അങ്ങനെ രാത്രികളെ നിങ്ങൾ പല നിലക്ക് പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും വ്യത്യസ്തങ്ങളായ ജോലിയാണുള്ളത്. ഇന്ന സഅയകും ലശത്താ. വിശദീകരിക്കാൻ സമയമില്ല, കാരണം നാളെയും കൂടി നമ്മുടെ സൂറത്തുൽ ലൈലുമായി ബന്ധപ്പെട്ട് പോകാൻ പറ്റും. ഞാനിത് തുടങ്ങി നോക്കുമ്പോൾ ഇത് എവിടെയും അതിന്റെ പ്രാഥമികമായ ഒരു വിശദീകരണം പോലും എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഓരോ ആയത്തിന്റെ ചെറിയ ആശയം പറഞ്ഞുകൊണ്ട് നാളെ നമുക്ക് പരിസമാപ്തി കുറിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രാത്രിയായി കഴിഞ്ഞാൽ സ്വാലിഹീങ്ങൾ മുഴുവനും സന്തുഷ്ടരായി. കാരണം എന്താ? രാത്രി നിന്ന് നിസ്കരിക്കാമല്ലോ. അമറാമല്ലോ ലാ സഹറൽ ലയാലി. രാത്രിയായാൽ ഇൽമു കൊണ്ട് ജോലിയാകുന്നവർ. ഖീമത്തുൽ സമനി ഇൻദൽ ഉലമാ എന്നൊരു ഗ്രന്ഥം അബുൽ ഫത്താഹ് അബൂ ഖുദ്ദ എഴുതിയിട്ടുണ്ട്. അതിൽ ഇൽമു കൊണ്ട് ജോലിയായിട്ട് ഉറങ്ങാത്ത മഹാന്മാരുണ്ട്. രാത്രി 12 മണി വരെ ദർസ് നടത്തിയവരുണ്ട്. സുബഹി വരെ ഇൽമു കൊണ്ട് ജോലിയായവരുണ്ട്. കിതാബ് എഴുതിയ മഹാന്മാരുണ്ട്. അങ്ങനെ ജീവിതം മുഴുവനും ഇൽമിന് വേണ്ടി ചെലവഴിച്ച ആളുകളുണ്ട്. അതുപോലെ രാത്രി മുഴുവനും ക്ലബ്ബുകളിൽ ചെലവഴിച്ചിട്ട് ജീവിതം നശിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരൂ, പറയട്ടെ. എന്നാൽ ഓരോരുത്തരുടെയും ജോലികൾ വ്യത്യസ്തമാണ്. ഒരാളുടെ ജോലി അത്, ഒരാളുടെ ജോലി ഇത്, ഒരാളുടെ ജോലി വേറത്. ഇങ്ങനെ ഓരോരോ ജോലികളുമായി ആളുകൾ പോകുമ്പോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുന്നവർ, സൂക്ഷിക്കുന്നവർ, തഖ്വയുള്ളവർ, വസദ്ദഖ ബിൽ ഹുസ്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വാസ്തവമാക്കിയ സത്യത്തെ, ഗുണത്തെ, മേന്മയെ വാസ്തവമാക്കിയവർ, ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവരെ നാം നല്ലതിലേക്ക് വഴി നടത്തുന്നതാണ്, എളുപ്പത്തിലേക്ക് കടത്തിവിടുന്നതാണ്, സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്, വിജയത്തിലേക്ക് ചേർക്കുന്നതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. ഞാൻ ഇന്നലെ ജുമഅക്ക് കൂടിയത് തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അതാ ഒരു മുതലാളി 1 കോടിയിലേറെ രൂപ വരുന്ന പൈസ സ്വന്തമായി ചെലവഴിച്ചിട്ടൊരു ജുമഅത്ത് പള്ളി ഉണ്ടാക്കി. അള്ളാഹു കൊടുത്ത നിഅമത്തിൽ നിന്ന് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ മുതലാളിയൊന്നും അല്ലാതെ, പക്ഷേ ഉള്ള സ്വത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോസ്റ്റർ ഇല്ല, നോട്ടീസ് ഇല്ല, പ്രചരണങ്ങളില്ല, ക്ഷണക്കത്തുകളില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളാണ് ആ പള്ളി ഉദ്ഘാടനം ചെയ്തത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അങ്ങനെ ഇന്നലെയാണ് അവിടെ ജുമഅ ആദ്യമായി തുടങ്ങുന്നത്. ആ മനുഷ്യനുണ്ട് ഒന്നാമത്തെ സഫിൽ. കണ്ടാൽ പള്ളിയിലെ മുഅദ്ദിനിന്റെ അത്രയും അതിനേക്കാൾ വലിയ താഴ്മയോടെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിൽ നിന്നത് കബൂലാക്കട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ, അതിൽ ഒന്നാമതുള്ള ആരാണ്? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇമാം സുയൂത്തിയുടെ താരീഖുൽ ഖുലഫയിൽ കാണാം, ഇമാം ബൈഹഖിയുടെ നിവേദനത്തിൽ കാണാം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സ്വത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സ്വത്താണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞതായി നൂറുൽ അബ്സാറിൽ കാണാം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ 3 ഒന്ന് അന്നളുറു ഇലൈക, തങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാണ്. റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കുക. ശബീഹു കബദുൽ ലൈലി ബൽ അൻത അൻവറു വവജ്ഹുക മിമ്മാ ഇൽ മലഹാതി യസ്ഹറു. പ്രശോഭിതമായ തിരുമുഖത്ത് നോക്കി ഇങ്ങനെ ആസ്വദിക്കുക, അതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള അമലാണ്. വൽ ജുലൂസു മഅക, രണ്ടാമത്തത് തങ്ങളുടെ കൂടെ ഇരിക്കലാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതിയിൽ തങ്ങളുടെ ഇഷ്ടത്തിൽ എന്റെ പൈസ ചെലവഴിക്കുക, അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫഅമ്മാ മൻ അതാ വത്തഖാ. ഇമാം റാസി ഈ ആയത്തിന്റെ ഈ സൂറത്തിന്റെ വിശദീകരണം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ഈ അധ്യായം 2 ആളുകളെ കുറിച്ചാണ്. ഒന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കുറിച്ചാണ്. അതാണ് വഅമ്മാ മൻ അതാ വത്തഖാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചു. പള്ളിക്ക് കൊടുത്തു, മദ്രസയ്ക്ക് കൊടുത്തു, യതീമിന് കൊടുത്തു, അതുപോലെ തന്നെ നമ്മുടെ ഖുർആൻ പ്രഭാഷണത്തിന് ചെലവ് കൊടുത്തു, റമദാൻ പ്രഭാഷണത്തിന് വേദിയൊരുക്കാൻ സഹായിച്ചു. വഅമ്മാ من أعطى واتقى وصدق بالحسنى, ഹുസ്ന
കൊണ്ട് വാസ്തവമാക്കി ഐ കലിമത്തൈ ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് തറപ്പിച്ച് ഉറപ്പിച്ച് അംഗീകരിച്ചു. ഇവിടെ ഏത് നവീനവാദികൾ വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് എതിരായി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അലി ഉസ്താദിന്റെ വാചകങ്ങൾ അല്പമാണെങ്കിലും അർത്ഥം വിശാലമായിരുന്നു. കാരണം എന്താണ്? അല്ല പോലെ അടിമയ്ക്ക് എന്ന് ചില ആള് ചോദിക്കുമ്പോ അള്ളാഹു അടിമയിലൂടെയാണ് നമുക്ക് ഇസ്ലാം തന്നത് എന്ന മറുപടിയാണ് ഉസ്താദ് പറഞ്ഞത്. കാരണം അല്ല പോലെ അടിമയ്ക്ക് ഇടനിലക്കാര് വേണ്ടല്ലോ എന്ന് ചില നവീനവാദികൾ പറയുന്നുണ്ട്. വേണ്ട വേണ്ട, അല്ലാഹു തആല നമ്മുടെ കയ്യിലേക്ക് ദീൻ തന്നത് റസൂലുള്ളാഹി തങ്ങളിലൂടെയാണ്. അൽ ഈമാനു അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ടതിനെ മുഴുവനും വിശ്വസിക്കലാണ് ഈമാൻ. അപ്പൊ ഈമാനിന്റെ വഴി ഏതാണ്? സയ്യിദി വ മലാദി മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുദാ की रज़ा चाहते हैं दो आलम खुदा चाहता है रज़ाए മുഹമ്മദ്. ലോകം മുഴുവൻ ആശിക്കുന്നത് അല്ലാഹുവിന്റെ പ്രീതിയാണ്. അതേ സമയത്ത് അല്ലാഹ് ഡിമാൻഡ് ചെയ്യുന്നത് റസൂലുള്ളാഹിന്റെ പ്രീതിയാണ്. കാരണം എന്തേ? സായിലോ ദാമൻ സഖീകാ ധാമിലോ കുച്ച് ന കുച്ച് ഇനാമോ ഹി ജായേഗാ. അല്ലാഹുവിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ റസൂലുള്ളാഹിനെ വസീലയാക്കി ചോദിച്ചോ. യാദ് അബ്റോ കർക്കെ തളുപ്പോ ബുൽബുലോ ടുക്കുട ടുക്കുട ധാമോ ഹി ജായേഗാ. കൂട്ടിൽ കിടന്ന് കുടുങ്ങിയ കിളികളെ ചിലക്കൂ റസൂലുള്ള കേൾക്കുന്നത് വരെ പൊട്ടിത്തെറിച്ചു പോകുമേ. നിങ്ങൾക്ക് വേണ്ടി കൂടുകൾ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുമേ. കാരണം എന്തേ? ജമീനോ ജമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരേ ലിയേ ബനേ ദോ ജഹാ തുമാരേ ലിയേ. അല്ലയോ ഹബീബേ, അവിടത്തേക്ക് വേണ്ടിയാണ് ഇടവും ഇടത്തിലുള്ളതും ലോകവും ലോകത്തിലുള്ളതും കാലവും കാലത്തിലുള്ളതും. ഈ ലോകം മുഴുവനും ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. നിവേദനത്തിന്റെ പരമ്പര പറഞ്ഞ് ആരും ന്യൂനത പറയണ്ട. യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണ്. കാരണം സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു ഹുവൽ മുഅതി വ അന ഖാസിമുൻ. അല്ലാഹു നൽകുന്നു, നബിതങ്ങൾ വിതരണം ചെയ്യുന്നു. എല്ലാ നബിതങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ക്രമീകരിച്ചു വെച്ചു. എല്ലാ അമ്പിയാക്കന്മാരോടും നബിയെ അംഗീകരിക്കാൻ ഡിമാൻഡ് ചെയ്തിട്ടല്ലാതെ വിട്ടിട്ടില്ല. അതുകൊണ്ടോ സബ്സെ അലാ വ ഔലാ ഹമാരാ നബി, സബ്സെ ഉഞ്ചാ വ ഉഞ്ചാ ഹമാരാ നബി. എല്ലാവരെക്കാളും ഉന്നതരായിട്ടുള്ളത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫഅമ്മാ മൻ അതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ. അങ്ങനെ ഹുസ്ന കൊണ്ട് ഒരാൾ വാസ്തവമാക്കിയാൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അവർക്ക് എളുപ്പത്തിലേക്ക് നമ്മളവരെ വഴി നടത്തുന്നതാണ്. അവരെ സ്വർഗത്തിലേക്ക് ചേർക്കുന്നതാണ്, നന്മയിലേക്ക് ചേർക്കുന്നതാണ്. മുഅ്മിനീങ്ങളെ, എല്ലാവരും എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് അടുത്ത് നിൽക്കാമല്ലോ. ളുഹറിന്റെ സമയമായതുകൊണ്ട് നീട്ടാൻ വകുപ്പില്ലല്ലോ. ഇനിയും ആയത്തുകൾ വിശദീകരിക്കാൻ ഏറെയുണ്ട്. പക്ഷേ സമയത്തിന്റെ സൗകര്യത്തിന്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, അതിന്റെ ഓരോ ആയത്തും ഓരോ പാരാവാരമാണ്. ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. അവിടുന്ന് ലോകത്തുള്ള ഖരവസ്തുക്കൾ മുഴുവനും പേനയും ദ്രാവകം മുഴുവനും മഷിയുമാക്കിയാലും അല്ലാഹുവിന്റെ കലിമാത്തിന്റെ വിശദീകരണം പോലും പറയാൻ പറ്റില്ല. പിന്നല്ലേ റസൂലുള്ളാഹിന്റെ വിശദീകരണം, പിന്നല്ലേ അള്ളാഹിന്റെ കലാമിന്റെ വിശദീകരണം. അപ്പൊ അല്ലാഹുവിന്റെ കലിമാത്തുകളെ വിശദീകരിക്കാൻ ലോകത്തിന് കഴിയില്ല. അപ്പൊ ഇതിന്റെ ഓരത്ത് നിന്നുകൊണ്ട് റമളാൻ മാസത്തിലെ മഹനീയമായ പകലിൽ ഈ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നത് അല്ലാഹു കബൂലാക്കി തരട്ടെ. ഇതിന്റെ ലക്ഷ്യമെന്താണ്? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നുണ്ട്, അതാ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഹിസാബിന് മുമ്പ് കുറെ ആളുകൾ സ്വർഗത്തിന്റെ കവാടത്തിലുണ്ട്. അല്ല, എന്തേ ഹിസാബ് കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾ എവിടെ പോകുന്നു? അവരുടെ മറുപടി കേട്ടോ, ഞങ്ങൾ വെറുതെ ചാടിക്കേറി വന്നതല്ല, അല്ല ഞങ്ങളെ വിട്ടതാണേ.
അപ്പൊ ചോദിക്കുന്നു, ഇവരെന്തേ അവരുടെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് എഴുതിയ പേനയുണ്ട്, മഷിക്കുപ്പിയുണ്ട്? അപ്പൊ ഇൽമു കൊണ്ട് ജോലിയായവരിൽ ഉന്നതരായ ആളുകൾ, അവർക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശമുണ്ട്. അതുപോലെ ഇൽമു കൊണ്ട് ജോലിയാകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹനീയമായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമായ അന്നിഅമത്തുൽ കുബ്റാ അലൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത ഒരു ചരിത്രമാണ്. ബഹുമാനപ്പെട്ട ഇമാം റബീഉ ഇബ്നു ഹിറാശ് റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം ഹദീസിന്റെ ഇസ്തിലാഹ് പറയുമ്പോൾ ഉദ്ധരിച്ച പേരാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അതുപോലെ 6 ഹദീസിന്റെ പണ്ഡിതന്മാരുടെയും ഉസ്താദാണ് റബീഉ ഇബ്നു ഹിറാശ് റളിയല്ലാഹു അൻഹു. ജീവിതകാലത്ത് ചിരിച്ചില്ല. രാത്രി മുഴുവനും ഹദീസിന്റെ ജോലിയിലാണ്, പകല് മുഴുവനും അതിന്റെ വിതരണത്തിലാണ്. ചിരിക്കാൻ മറന്നുപോയി. അതാ അവസാന ലോകത്തോട് വിട പറഞ്ഞു കിടക്കുന്ന മഹാൻ, ആ മഹാനായ റബീഉ ഇബ്നു ഹിറാശ് റളിയല്ലാഹു അൻഹുവിന്റെ ചിരിക്കുന്ന ജനാസ എടുത്ത് ഖബറടക്കാൻ അവിടെ കൂടിയവർക്കൊരു വൈമനസ്യം. അപ്പോഴതാ ഒരശരീരി കേൾക്കുന്നു, എന്റെ ജനാസ എടുത്തോ. റസൂലുള്ളാഹി തങ്ങളെ ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ട്. എന്തോ ഒരു വലിയ ഭാഗ്യമാണ്. മുതഅല്ലിമുകളെ, ഇബ്നു ഹജർ തങ്ങൾ ഫതാവയിൽ നബി തങ്ങൾക്ക് ഇപ്പോഴെന്താണ് ജോലി എന്നൊരു ചർച്ച ചെയ്തിട്ടില്ലേ? സ്വാലിഹീങ്ങളുടെ ജനാസകളിൽ പങ്കെടുക്കലാണെന്നൊരു വിശദീകരണം അവിടെ ഇമാം റംലിയും അതിന് സമാനമായ ചർച്ച നൽകിയിട്ടില്ലേ? ചുരുക്കി പറയട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്ന സുവിശേഷം കേൾക്കുന്നു. ഉടനെ ചിരിക്കുന്ന ജനാസ എടുത്ത് ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ കസ്തൂരിയുടെ ഗന്ധമാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന്. ഇമാം ബുഖാരി തങ്ങളുടെ ഖബറുടെ കീഴത്ത് നിന്ന് കസ്തൂരിയുടെ ഗന്ധമാണ്. അതുപോലെ മുസ്ലിം നൈസാബൂരിയുടെ ഖബറിന്റെ അടുക്കൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധമാണ്. അതുപോലെ ഹദീസിന്റെ ഇമാമിങ്ങളുടെ പലരുടെയും ചരിത്രത്തിൽ ഇത് വരുന്നുണ്ട്. അൽ മദ്ഖൽ എന്ന പേരിൽ ഒരു സീരീസ് തന്നെയുണ്ട്, അൽ മദ്ഖൽ ഇലാ സ്വഹീഹുൽ ബുഖാരി. അതുപോലെ സിഹാഹു സിത്തയിലെ 6 ഗ്രന്ഥങ്ങളെ കുറിച്ചും ഇതുപോലെ മദ്ഖലുണ്ട്. അതിൽ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിച്ച് അവസാനം അവിടുത്തെയുടെ തിരുമുഖം കണ്ട് അമ്മാമൻ അതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കപ്പെടുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ.